മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിന് സ്റ്റേയില്ല. തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്ന CMRL ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 21 മാറ്റി. ഹർജി ഇനി പരിഗണിക്കുക പുതിയ ബെഞ്ച്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ VGF കരാറിൽ ഒപ്പുവെച്ച് സംസ്ഥാനം. കേന്ദ്രത്തിൽ നിന്ന് 817 കോടി രൂപ ലഭിക്കും. ഫണ്ട് ഗ്രാന്റായി നൽകാതെ വായ്പയായി അനുവദിച്ചതിനെ പരോക്ഷമായി വിമർശിച്ച് മന്ത്രി VN വാസവൻ. ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അറിയിച്ചത് അത് ഗ്രാന്റ് അല്ല, ലോണായി മാത്രമേ തരാൻ കഴിയൂ എന്ന കാര്യം നമ്മൾ അയച്ച കത്തിന് മറുപടിയായി തന്നിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അത് ഗ്രാന്റായി അനുവദിക്കണം എന്ന ആശയവിനിമയം നടത്തുകയുണ്ടായി. ഈ തുറമുഖം നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ട സമയം സമാഗതമായിരിക്കും. MSCയുടെ കൂറ്റൻ കപ്പൽ തുർക്കി വിഴിഞ്ഞത്തെത്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാകില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രം. തീരുമാനം മുഖ്യമന്ത്രി അംഗീകരിച്ചതെന്ന് സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം ഇക്കാര്യം ശുപാർശ ചെയ്തുവെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം 6 മണിക്ക്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്ന് കേരളം പിന്നോട്ട്. നിബന്ധനകളിൽ വ്യക്തത വേണമെന്ന് മന്ത്രിസഭായോഗം. കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് മന്ത്രി V ശിവൻകുട്ടി. കേന്ദ്രം നൽകാനുള്ള 1377 കോടിക്കായി നിയമപോരാട്ടം ആലോചനയിലെന്നും മന്ത്രി. തുടർച്ചയായി 2ാം തവണയും റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. നിരക്ക് 0.5% കുറച്ചു. ഭവന വാഹന വ്യക്തിഗത വായ്പാ പലിശ നിരക്ക് കുറയും. ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ്. മഹാരാഷ്ട്ര ഫലം വോട്ടിംഗ് യന്ത്ര അട്ടിമറിയുടെ അവസാന ഉദാഹരണമെന്ന് AICC സമ്മേളനം. നിയമപോരാട്ടം ഫലം കാണുന്നില്ലെന്നും വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനയ്ക്ക് സാധ്യത. ആന്റണിയെ തലപ്പത്തെത്തിച്ച് ക്രൈസ്തവ വോട്ടുകൾ പിടിച്ചു നിർത്താൻ ആലോചന.